ഗൈസ്, നമ്മളിപ്പോൾ നട്ടുച്ചയ്ക്ക് നിൽക്കുന്നത് കല്ലാറുകുട്ടി. ഇവിടെ ചെറിയൊരു ഡാം, ചെറുതല്ല, നല്ല കാഴ്ചയുള്ളൊരു ഡാം. ഇവിടെ ബോട്ടിംഗ് സർവീസ്, ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കയറി വരുന്ന ഒരു സ്ഥലം. അപ്പം നമ്മളിവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു സൺഡേ ആണ്. സൺഡേയിൽ നല്ല മഴ, നല്ല മഴയത്ത് ഡാം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ഒരുപാട് യാത്രക്കാർ വരുന്നുണ്ടായിരുന്നു. കടികട്ടി മഴയായതുകൊണ്ടാണ് ഈ ആഴ്ച മാത്രം യാത്രക്കാർ കുറവാണ്, ടൂറിസ്റ്റുകൾ കുറവാണ്. ഇവിടുത്തെ മറ്റ് കാഴ്ചകളിലോട്ട് പോകാം. ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഡാമുകളിലൊന്നാണ്. ഇവിടെ റീസെൻ്റ്ലി ഒരു 5 ഇയേഴ്സായിട്ട് മാത്രമാണ് ഇവിടെ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറുന്നത്. ഇവിടെ നല്ല തിക്കായിട്ട് ഡാമിൽ നിന്നുള്ള ഒഴുക്ക് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ബോട്ടിങ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. മഴയായിട്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു. ഞാനിപ്പം ഒരു 12:30 കഴിഞ്ഞ സമയത്ത് ഇവിടെ വെയിലത്ത് നിൽക്കുകയാണ്. കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. എക്സ്പ്ലോറിങ് അജയുടെ പുതിയൊരു വ്ളോഗ്. അതായത് നമ്മൾ ഒരിക്കലും സാധാ ബ്ലോഗേഴ്സിനെ പോലെ ജസ്റ്റ് ഒരു സ്പോട്ട് പോകും മാത്രമല്ല, അതിൻ്റെ ഡീപ്പ് ഇൻസൈഡ് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. അധികം നടന്നില്ലെങ്കിലും കൂടുതൽ വരും ഭാവിയിൽ നമ്മൾ ഡീപ്പ് ഇൻ ടു ദ നേച്ചർ, ഡീപ്പ് ഇൻ ടു ദ അഡ്വഞ്ചർ നമ്മൾ ഇറങ്ങിയിരിക്കും. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദ വീഡിയോ. ലെറ്റ്സ് ഗോ ടു ദ സീനിക് വ്യൂ ഓഫ് കല്ലാർകുട്ടി. താഴെ ഒരു കള്ള് ഷാപ്പുണ്ട്. ഒരു 1.5 കിലോമീറ്റർ താഴെ നല്ല കള്ളും ഫുഡും അവിടെ കിട്ടും. തരക്കേടില്ലാത്ത ഒരു ഷാപ്പ്, മീഡിയം പ്രൈസ് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ പുതിയൊരു പാലം പണിതിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടെ ആയിരുന്നു പണ്ട് ബസ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പാലത്തിന് പഴക്കമായതുകൊണ്ട്, ഡാമിന് പഴക്കമായതുകൊണ്ട് ഇതിലൂടെ ഹെവി വെഹിക്കിൾസിൻ്റെ പാസിങ് ഒന്നും സമ്മതിക്കുന്നില്ല. ഓട്ടോറിക്ഷ, ബൈക്ക്, കാറ് ഇത് മാത്രമേ വരുന്നുള്ളൂ. താഴത്തെ പാരലായിട്ട് താഴെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലത്തിൽ ഇതേ ഡാമിൻ്റെ കാഴ്ചയും ചുറ്റും നല്ല കാഴ്ചകൾ കാണാം. ഇതാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ കാഴ്ചകൾ. നമ്മൾ ഡാമിൻ്റെ ഏരിയ ഉണ്ട്, അധികം ഇവിടെ ഷൂട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നൊരു 8 കിലോമീറ്റർ താഴെ ആ കാണുന്ന ഭാഗത്താണ് ഡാമിൻ്റെ എന്നുള്ള വെള്ളം. ഒരു 3 ഷട്ടറാണ് ഇന്ന് തുറന്നിട്ടിരിക്കുന്നത്. ഇത് ഡാമിൻ്റെ ഏരിയ, ഡാം കംപ്ലീറ്റ് ഫില്ലാണ്. ഇവിടെ വളരെ സീനിക്കായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇതൊരു പോപ്പുലർ അട്രാക്ഷൻ അല്ല, പോപ്പുലറായി വരുന്നേ ഉള്ളൂ. കൂടുതലും ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഈ ഏരിയ പോപ്പുലറാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ 2 പാലമുണ്ട് അടുപ്പിച്ചടുപ്പിച്ച്. അതാണ് രാജാക്കാട് പൂപ്പാറ ഏരിയയിലോട്ട് പോകുന്നതിന് ഈ റിസർവോയറിൻ്റെ 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഇത് പണ്ട് പണിക്കൻകുടി നെടുങ്കണ്ടം ആ ഏരിയയിലോട്ട് പോകാനുള്ള ഡാമും കാര്യങ്ങൾ ഏരിയ കണക്ട് ചെയ്യുന്ന ഡാം ആൻഡ് ബ്രിഡ്ജാണിത്. ഇതിൻ്റെ അപ്പുറം പണിക്കുടി, ഈ വഴി കൂടെ നേരെ പോകുന്നതാണ് പണിക്കൻകുടി, നെടുങ്കണ്ടം, കട്ടപ്പനയിലോട്ട് ആ വഴിയും കൂടെ പോകാം. ഇങ്ങനത്തെ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇതാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ അങ്ങേക്കര മുതിരപ്പുഴ ഏരിയ. അവിടെ ഒരു നീന്താനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. അവിടെയാണ് ബോട്ടിങ്ങും കാര്യമുള്ളത്. അപ്പോൾ ആ കാഴ്ചകളിലോട്ട് പോകാം. ഇത് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഹായ് ഗൈസ്, ഇതാണ് കല്ലാർകുട്ടി മുതിരപ്പുഴ ഡാമിൻ്റെ ഭാഗം. ഈ ഭാഗത്ത് നല്ല ആഴമേറിയ ഭാഗമാണുള്ളത്. ഇവിടെ ഫിഷിംഗ് ഒക്കെ ആൾക്കാർ വരുന്നതാണ്. ഇപ്പം നല്ല മഴയായതുകൊണ്ട് ഇവിടെ ഡാം വെള്ളമാണ്. ഇവിടെ ഫിഷിങ്ങൊക്കെ സൺഡേ ബോയ്സ് ഒക്കെ ഒത്തിരി വരാറുണ്ട്. ഇവിടെ മോശമല്ലാത്ത വീതി കുറഞ്ഞ റോഡ്, ഇത് നട്ടുച്ചയായതുകൊണ്ട് ഇപ്പം ആൾക്കാർ കുറവാണ്. ഇതിൻ്റെ അപ്പുറം ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്. മഴ ആയതുകൊണ്ട് ബോട്ടിങ്ങും കാര്യമൊക്കെ കുറവാണെന്ന്. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്. ഇവിടെ വരിക, ആസ്വദിക്കുക. നീന്തലറിയാത്തവർ ഈ ഭാഗത്ത് ഇറങ്ങരുത്. ഇവിടെ ഗ്രാമാന്തരീക്ഷം, നല്ല ആൾക്കാർ. ഇവിടെ ഒരു കാർഷിക മേഖലയാണ്. പിന്നെ ഇവിടെ ഒരു സൈഡ് നല്ല മലയും അതിൻ്റെ വാലി, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ജലസ്രോതസ്സ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. സാധാരണക്കാരെ ആൾക്കാർ, ചെറിയ ചായക്കടയും മറ്റു കാര്യങ്ങളും ഉണ്ട്. അധികം കാഴ്ചകളില്ല, നോർമൽ കാഴ്ചകൾ മാത്രം. അവിടെ കുറച്ച്
സുഹൃത്തുക്കൾ ചേർന്ന് സംസാരിക്കുന്നു, കമ്പനി അടിക്കുന്നു. ഇവിടെ കുറച്ച് റിലാക്സ് ചെയ്യാനും നീന്തൽ അറിയാവുന്നവർക്ക് നീന്താനും പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറം ഡാമുണ്ട്. അവിടെ ഫോട്ടോസ് എടുക്കാം, റീൽസ് എടുക്കാം, സെൽഫീസിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മുതിരപ്പുഴ ആൻഡ് കല്ലാർകുട്ടി ഡാം ആ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചെറിയ കാഴ്ചകൾ, ചെറിയ ഏരിയ, പക്ഷേ നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഇവിടെ ജാതിത്തോട്ടം, ഏലം അധികം ഇല്ല, കുരുമുളക്, പിന്നെ തെങ്ങ്, ചെറിയ കാർഷിക ഭൂമി. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ഉപരി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ഒരു ചെറിയ റിക്രിയേഷൻ ഫുഡൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. കാറിന് വരുന്നവർക്ക് ഇവിടെ കല്ലാർകുട്ടി, അതായത് രാജാക്കാട് പോകുന്നവർക്ക്, ഇടുക്കി പോകുന്നവർക്ക് അടിമാലി വരിക. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ ഇറങ്ങിക്കഴിയുമ്പോൾ കല്ലാർകുട്ടി പഴയ പാലത്തു നിന്ന് ലെഫ്റ്റ് ഒരു 1 കിലോമീറ്റർ തന്നെ നല്ല കാഴ്ചകളുണ്ട്. ഇവിടെ എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് റിക്രിയേഷൻ പറ്റിയ സ്ഥലമാണ്. റിക്രിയേഷൻ മാത്രമേ റിലാക്സേഷൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ മറ്റ് ശല്യങ്ങളുമില്ല. ആൾക്കാരൊക്കെ വളരെ കോഓപ്പറേറ്റീവാണ്. വരിക, എൻജോയ് ചെയ്യുക, സാഹസത്തിന് മുതിരരുത്. താങ്ക് യു. ഫോളോ മൈ ചാനൽ. എൻ്റെ ചാനൽസിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടും ഒക്കെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് ഇവർ കൂടുതലും വരിക. നിങ്ങൾക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.